ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മുന്നത്തെ 3 ചാപ്റ്ററിൽ ജേണൽ വൗച്ചർ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ ലെഡ്ജർ എങ്ങനെയാണ് ചെയ്യുക, ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളൊരു കേസ് എടുത്തിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് ആക്ച്വൽ ബിസിനസ്സിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് ജേണലും ലെഡ്ജറും അതുപോലെ തന്നെ ട്രയൽ ബാലൻസും നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണ്. അക്കൗണ്ടിങ്ങിൽ പ്രാക്ടീസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിയറി കുറേ പഠിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കുറേ ട്രാൻസാക്ഷൻസ് നമ്മളതായിട്ടുള്ള രീതിയിൽ ജേണൽ വൗച്ചറും ലെഡ്ജറും ട്രയൽ ബാലൻസും പിന്നെ അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷന് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എക്സാമിൽ വളരെ നല്ല സ്കോർ ഏൺ ചെയ്യാനും ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജേണൽ വൗച്ചർ മാത്രമാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത വീഡിയോയിൽ ലെഡ്ജറും ഇതിൻ്റെ അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതായിട്ട് നമുക്ക് ബിസിനസ് കേസിലേക്ക് പോവാം. ഇത്രയും ട്രാൻസാക്ഷൻ റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേണൽ ഓഫ് ആൽഫ ട്രേഡേഴ്സ് ഫോർ ദ മന്ത് ഓഫ് January 2026. Post them to the relevant ledger account, balance the account and prepare the trial balance as of January 31st, 2026. ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം ജേണൽ വൗച്ചറിലേക്ക് ചെയ്യണം, എന്നിട്ട് അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ലെഡ്ജറിലെ ബാലൻസ് എടുത്തുകൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യണം. ഈ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയാൽ മാത്രമാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജേണൽ വൗച്ചർ ഇന്നത്തെ സെഷനിൽ ജേണൽ വൗച്ചറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ January 1st സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹20 lakh. 20 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ ഏതൊക്കെ അക്കൗണ്ടാണ് ഇൻവോൾവ് ആവുക? ഞാൻ ആദ്യമായിട്ട് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അതുപോലെ തന്നെ ഓണേഴ്സിന്റെ ക്യാപിറ്റലും വന്നിട്ടുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് അക്കൗണ്ടാണ്? ഒരു അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്നുള്ള ഓണേഴ്സ് ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസറ്റും എക്സ്പെൻസും കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യുക. ബാക്കി എല്ലാ കോമ്പോണന്റും കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിന്റെ എൻട്രി. ക്യാഷ് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാപിറ്റൽ. January 1 എന്നുള്ള ഡേറ്റ് കൊടുത്തു ഞാനിവിടെ. January 1 ക്യാഷ് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാപിറ്റൽ ഇങ്ങനെ ചെയ്തു. ഡെബിറ്റിൽ 20 ലക്ഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ക്രെഡിറ്റിലും 20 ലക്ഷം. ഈ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ എമൗണ്ട് ആണെന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഏത് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഡെബിറ്റ് ചെയ്ത സെയിം എമൗണ്ട് തന്നെ ഈക്വൽ ആയിട്ട് ക്രെഡിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാപിറ്റൽ. ബിസിനസ്സിൽ ക്യാഷും കൂടി ക്യാപിറ്റലും കൂടി. ക്യാഷ് കൂടിയപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ കൂടിയപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റും ചെയ്തു. ഇനി അടുത്തത് January 2 അടുത്ത ട്രാൻസാക്ഷൻ. ഓപ്പൺ എ കറന്റ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹12 ലക്ഷം ക്യാഷ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. നമ്മൾ ഇത്രയും ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഇനി അത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇത് നമ്മൾ ഈ എമൗണ്ട് നമ്മൾ ഇതിൽ 12 ലക്ഷം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഏതൊക്കെ അക്കൗണ്ടായാലും ഇൻവോൾവ് ആയിട്ടുള്ളത്? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഓപ്പൺ ഡേ കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആൻഡ് ഡെപ്പോസിറ്റഡ്. നമുക്ക് ബാങ്കിക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. 12 ലക്ഷം ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മൾ ബാങ്ക് എന്നുള്ള അക്കൗണ്ട് കൂടിയിട്ടുണ്ട്. കാരണം എന്താണ്? ബാങ്ക് എന്നുള്ളത് നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് നമുക്ക് കുറഞ്ഞിട്ടുമുണ്ട്. ബാങ്ക് എന്ത് അക്കൗണ്ടാണ്? ബാങ്ക് ബാലൻസ് എന്നുള്ളത് നമ്മളെ അസറ്റ് ആണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ഡെബിറ്റ് ചെയ്തു. ക്യാഷും അസറ്റ് ആണ്. ക്യാഷ് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് ബിസിനസ്സിൽ കുറയും. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അവിടെ ക്രെഡിറ്റും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാഷ്. നമ്മളിവിടെ 12 ലക്ഷം എമൗണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ക്രെഡിറ്റിലും 12 ലക്ഷം നമ്മൾ ക്രെഡിറ്റിലും ചെയ്തു. നമ്മൾ ഈ ഒരു കേസിൽ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെക്ടർ ടു ക്യാഷ് എന്നുള്ള എൻട്രി നമ്മൾ പാസ് ചെയ്തു. അടുത്തതായിട്ട്
ജനുവരി 4 പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ ഫോർ ₹80,000. നമ്മൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ, ഒരു ഫർണിച്ചർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ. അവരുടെ കയ്യിൽ നിന്ന് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇതാണ് ട്രാൻസാക്ഷന്. 2 അക്കൗണ്ടാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ട്. ഒന്ന് വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ. വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിലിറ്റി ആണ്. ക്രെഡിറ്റർ കൂടുമ്പോൾ എന്താണ്? ലാബിലിറ്റി കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചറാണ് വാങ്ങിയത്. ഇത് നമുക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളൊരു അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന, ബിസിനസ്സിൽ വാങ്ങി വിൽക്കുന്ന സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുക. ഈ ഒരു കേസിൽ ഇതൊരു അസറ്റാണ്. ഫർണിച്ചർ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ലൈറ്റിങ്, ഇതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് അസറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ആ അസറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രീറ്റ് ചെയ്യുക. ഫർണിച്ചർ എന്നുള്ളത് ഒരു അസറ്റ് അക്കൗണ്ടാണ്. നമ്മൾ ഫർണിച്ചർ കൂടി കഴിഞ്ഞാൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യും. വുഡ് ക്രാഫ്റ്റ് ഫർണിച്ചർ നമ്മളെ ക്രെഡിറ്റർ അക്കൗണ്ടാണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബിലിറ്റി ആണ്. നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. അപ്പോൾ എന്താണ്? അവർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. 80,000. ഡേറ്റ് വരുന്നത് ജനുവരി 4. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ട്രാൻസാക്ഷൻ ജനുവരി 6 പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഓൺ ക്രെഡിറ്റ് ഫ്രം ബീറ്റ സപ്ലൈസ് ഫോർ ₹150,000. അതായത് 1,50,000 രൂപക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഗുഡ്സ് പർച്ചേസ് ചെയ്യാന്നാണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് സ്റ്റോറാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബുക്ക് പർച്ചേസ് ചെയ്തു, അത് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ബുക്ക് സ്റ്റോറിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്താൽ അത് ഡയറക്റ്റ് ഫർണിച്ചർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്താൽ കമ്പ്യൂട്ടർ ആയിട്ടാണ് പർച്ചേസ് ചെയ്യുക. എന്നാൽ ബുക്ക് പർച്ചേസ് ചെയ്താൽ അത് പർച്ചേസ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു കേസിൽ ബീറ്റ സപ്ലൈസ്, അത് നമ്മളൊരു ക്രെഡിറ്റർ ആണ്. അതുപോലെ തന്നെ പർച്ചേസ് എന്നുള്ളൊരു എക്സ്പെൻസ് നമുക്ക് വന്നു. പർച്ചേസ് എന്താണ്? എക്സ്പെൻസ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മൾ എക്സ്പെൻസ് കൂടും, അതുകൊണ്ട് തന്നെ അതിന് ഡെബിറ്റ് ചെയ്യാം. ബീറ്റ സപ്ലൈസ് നമ്മൾ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ കൂടിക്കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ പർച്ചേസ് അക്കൗണ്ട് ടു ബീറ്റ സപ്ലയർ. ഡേറ്റ് ജനുവരി 6. 1,50,000 ആണ്. 1,50,000 നമ്മൾ പർച്ചേസ് ചെയ്തത്. ആ എമൗണ്ടിനെ ഡെബിറ്റിലും ചെയ്യാം, ക്രെഡിറ്റിലും ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഇനി 9 പെയ്ഡ് ₹3,000 ക്യാഷ് ഫോർ ക്യാരേജ് ട്രാൻസ്പോർട്ടേഷൻ ഇൻവാർഡ് ഓൺ ദ ഗുഡ്സ് പർച്ചേസ്. നമ്മളിവിടെ പറഞ്ഞു ഒരു 1,50,000 ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 3,000 രൂപ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പേ ചെയ്തു. അപ്പോൾ എന്താ ഉള്ളത്? ഒന്ന് ക്യാഷ് ആണ്, ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ആ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ വെയർ ഹൗസിലേക്ക് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെൻസ് കൂടി കഴിഞ്ഞാൽ അത് ഡെബിറ്റ് ആണ് ചെയ്യുക. ക്യാരേജ് ഇൻവേർഡ് ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ എൻട്രി ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാണ്. ഇത് വരുന്നത് ഡേറ്റ് വരുന്നത് ജനുവരി 9. എമൗണ്ട് 3,000. ഓക്കെ, നമ്മൾ ക്യാരേജ് പേ ചെയ്തു, ക്യാരേജ് ഇൻവേർഡ് പേ ചെയ്തു. അപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. ഇനി അടുത്തത് ജനുവരി 12 സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു എ കസ്റ്റമർ മിസ്റ്റർ റയാൻ ഫോർ ₹2,20,000. ആ മിസ്റ്റർ റയാൻ എന്നുള്ളൊരു കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ നടത്തി, ഗുഡ്സ് സെല്ല് ചെയ്തു. 2,20,000 ഗുഡ്സ് നമ്മൾ സെല്ല് ചെയ്തു. 2,20,000. 2 അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് മിസ്റ്റർ റയാന് സെയിൽസ് എന്താണെന്ന് സംഭവിച്ചിട്ടുള്ളത്? സെയിൽസ് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ കസ്റ്റമർക്ക് സെല്ല് ചെയ്തപ്പോൾ സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. മിസ്റ്റർ റയാൻ എന്നുള്ള എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കസ്റ്റമറാണ്. അതായത് നമുക്കിനി ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ള ആളാണ്. ക്യാഷ് ഇങ്ങോട്ട് തരാനുള്ള ആളെന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റാണ്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യുക. അവിടെ എൻട്രി വരിക മിസ്റ്റർ റയാൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നുള്ള എൻട്രിയാണ് വരിക. സെയിൽസും കൂടി നമ്മളെ ഡെപ്റ്ററും കൂടി. ഡേറ്റ് വരുന്നത് ജനുവരി 12.
അപ്പോൾ ഞാൻ എൻട്രി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. എമൗണ്ട് 2,20,000. ഡെബിറ്റിലും അതുപോലെ തന്നെ ക്രെഡിറ്റിലും അതേ സെയിം എമൗണ്ട് തന്നെ എൻ്റർ ചെയ്തു, 2,20,000. ഇനി അടുത്തതായിട്ട് ജനുവരി 15 റിട്ടേൺഡ് ഡിഫക്റ്റീവ് ഗുഡ്സ് വർത്ത് ₹10,000 ടു ബീറ്റ സപ്ലയേഴ്സ് ആൻഡ് റിസീവ്ഡ് എ ക്രെഡിറ്റ് നോട്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ ഗുഡ്സ് സപ്ലയറെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്ത ഗുഡ്സിന് എന്തെങ്കിലും കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ ഉണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ എന്തെങ്കിലും സപ്ലയേഴ്സിന് തിരിച്ചയക്കും. എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ക്രെഡിറ്റ് നോട്ട് അവർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ തന്നെ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് അവർ റിസീവ് ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഗുഡ്സ് റിട്ടേൺഡ് നമ്മൾ എന്ത് ചെയ്തു, ബീറ്റ സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്തു. അപ്പോൾ ബീറ്റ സപ്ലയർ ആണ് ഒരു അക്കൗണ്ട്. കാരണം എന്താണ്, അവർക്ക് ഇത്രയും എമൗണ്ടിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ എമൗണ്ട് കുറയണം നമ്മൾ അക്കൗണ്ടിൽ നിന്ന്. അതുപോലെ തന്നെ ബീറ്റ സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ കുറയുമ്പോൾ എന്താണ് ചെയ്യുക, നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ക്രെഡിറ്റർ കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. ക്രെഡിറ്റർ കൂടി കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇത് ഡെബിറ്റ് ചെയ്യും. പിന്നെ അഗെയിൻസ്റ്റ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. പർച്ചേസ് കൂടി കഴിയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. എന്നാൽ പർച്ചേസ് റിട്ടേൺ എന്നുള്ളത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പർച്ചേസ് റിട്ടേൺ കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ എൻട്രി വരുന്നത് ബീറ്റ സപ്ലൈസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഈ ഒരു എൻട്രിയാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ സെയിം ഡേറ്റിൽ അടുത്ത ജേണൽ വൗച്ചർ പാസ് ചെയ്തു. ഡേറ്റ് വരുന്നത് ജനുവരി 15. ജനുവരി 15 ഞാനിവിടെ എൻട്രി കൊടുത്തു, ഡേറ്റ് കൊടുത്തു. അതിന് ശേഷം 10,000 10,000 രൂപൻ്റെ മെറ്റീരിയലാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ശേഷം ജനുവരി 17 മിസ്റ്റർ അയാൻ റിട്ടേൺഡ് ഡാമേജ്ഡ് ഗുഡ്സ് വർത്ത് ₹20,000 ടു ദ ബിസിനസ്. അതായത് നമ്മളൊരു സെയിൽ നടത്തിയിരുന്നു. മിസ്റ്റർ അയാൻ എന്നുള്ള കസ്റ്റമർക്ക് നമ്മളൊരു സെയിൽ നടത്തിയിരുന്നു, ഈ 2,20,000. അതിൽ നിന്ന് മിസ്റ്റർ അയാൻ 20,000 നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തന്നു. അപ്പോൾ സെയിൽസ് റിട്ടേൺ ആയി. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. മിസ്റ്റർ അയാൻ എന്നുള്ള എന്താണ്, നമ്മളെ കസ്റ്റമറാണ് അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്ററാണ്. ഈ ഡെപ്റ്റർ എന്താണ് ചെയ്യുക, ഇനി കുറയാണ് ചെയ്യുക. കാരണം എന്താണ്, നമ്മളൊരു സാധനം അങ്ങോട്ട് വിറ്റു, ഇനി ആ വിറ്റ സാധനം അവരിങ്ങോട്ട് തിരിച്ചു തന്നാൽ അവർ തരാനുള്ള എമൗണ്ട് കുറയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സെയിൽസ് കൂടി കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. സെയിൽസ് റിട്ടേൺ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ എൻട്രി വരുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു മിസ്റ്റർ അയാൻ. ഈ ഒരു എൻട്രിയാണ് ഇതിലൂടെ പാസ് ചെയ്യേണ്ടത്. എമൗണ്ട് 20,000. ജനുവരി 17 ഡേറ്റ്. അപ്പോൾ ഞാൻ ആ ഡേറ്റ് ഇവിടെ കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി അടുത്തത് ജനുവരി 20 അടുത്ത ട്രാൻസാക്ഷൻ. പെയ്ഡ് എ ചെക്ക് ഓഫ് ₹1,36,000 to beta suppliers in a full and final settlement of their remaining balance account after a cash account was allowed. ബീറ്റ സപ്ലൈസ് ആണ്. ബീറ്റ സപ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്ലയർ ആണ്. ബീറ്റ സപ്ലൈസ് നമ്മളെ സപ്ലയർ ആണ്. ഈ സപ്ലയർക്ക് നമ്മൾ എത്ര എമൗണ്ട് ആണ് കൊടുത്തത് ഈ ട്രാൻസാക്ഷനിൽ? 1,36,000. 1,36,000 നമ്മൾ കൊടുത്തു. ഈ 1,36,000 കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തു. ബാലൻസ് ഉള്ളത് നമ്മളൊരു ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് എത്രയാണ് അവരെ എമൗണ്ട് എന്നുള്ളത് നോക്കണം. നമ്മളിവിടെ ഒരു ബീറ്റ സപ്ലൈസ് നമ്മൾ പർച്ചേസ് നടത്തി എത്രക്കായിരുന്നു? 1,50,000 പർച്ചേസ് നടത്തി. ഞാൻ എമൗണ്ട് കൊടുത്തത് 1,50,000 നമ്മൾ അവരെ ഇന്ന് പർച്ചേസ് നടത്തി. ഓക്കെ, 1,50,000 പർച്ചേസ് നടത്തി. 1,50,000. അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ നടത്തിയിട്ടുണ്ട്. 10,000 രൂപ നമ്മുടെ സാധനം തിരിച്ചു കൊടുത്തു. അപ്പോൾ ബാലൻസ് അവർക്ക് കൊടുക്കാനുള്ള 1,40,000 ആണ്. ഈ 1,40,000 നമ്മൾ കൊടുത്തത് 1,36,000 ആണ്. അപ്പോൾ ബാക്കി 4,000 നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് റിസീവ് ചെയ്തു. 1,40,000 നമ്മൾ ടോട്ടൽ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ നിന്ന് 1,36,000 ആണ് നമ്മൾ കൊടുത്തത്. ബാക്കി 4,000 ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്ന അക്കൗണ്ടുകൾ ഒന്ന് ബീറ്റ സപ്ലൈസ് ആണ്.
കാരണം അവരുടെ അക്കൗണ്ട് ക്ലിയർ ആവണം, അവരുടെ അക്കൗണ്ട് സീറോ ആവണം. പിന്നെ അടുത്തത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ബാങ്ക് കുറയണം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിൽ 4000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. 1,40,000 നമ്മൾ ടോട്ടൽ കൊടുക്കാനുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1,36,000 കൊടുത്ത് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തു. ബാക്കി 4,000 നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു. ഒന്നാമത്തെ ബാങ്കിന് എത്ര എമൗണ്ടാണ് പോയിട്ടുള്ളത്? 1,36,000 അതിലൊരു സംശയമില്ല. നമ്മൾ 1,36,000 അവർക്ക് പേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാങ്കിന് 1,36,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ 4,000 നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്കാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം റിസീവ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്കിനെയും ക്രെഡിറ്റ് ചെയ്യണം, ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം. ബീറ്റ സപ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ പേബിൾ ആണ്. നമ്മളെ പേബിൾ അല്ലെങ്കിൽ നമ്മളെ സപ്ലയർ ആണ്. ആ സപ്ലയർക്ക് നോർമലി ഇവർ അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നമ്മൾ അവരെ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ എൻട്രി ഇങ്ങനെയാണ് വരുന്നത്: ബീറ്റ സപ്ലൈസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ള എൻട്രിയാണ് വരിക. ബീറ്റ സപ്ലൈസ് 1,40,000 നമ്മൾ അവരത് സെറ്റിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി അടുത്തത് ബാങ്ക് 1,36,000 പോയി. അതുകൊണ്ട് ബാങ്കിന് അത് ക്രെഡിറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഈ എൻട്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജനുവരി 22 അടുത്ത ട്രാൻസാക്ഷൻ. റിസീവ്ഡ് എ ചെക്ക് ഫ്രം മിസ്റ്റർ റയാൻ. മിസ്റ്റർ റയാൻ ആരാണ്? നമ്മളെ കസ്റ്റമറാണ്. നമ്മൾ അവർക്ക് മുന്നേ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. 1,95,000 ചെക്ക് അവരെ ഇന്ന് റിസീവ് ചെയ്തു. ചെക്ക് റിസീവ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ കൂടി 1,95,000. പിന്നെന്തായിരുന്നു? അലൗഡ് ഇൻ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫ് 5,000. നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് ചെയ്തു. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ എക്സ്പെൻസ് ആണ്. അതിന് ഡിസ്കൗണ്ട് കൊടുക്കാൻ നമ്മൾ എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് ചെയ്തു 5,000. പിന്നെ ബാലൻസ് എമൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ബാലൻസ് ടോട്ടൽ എത്ര ആയിരുന്നു? മിസ്റ്റർ റയാൻ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നത് ടോട്ടൽ നമ്മൾ എത്ര സെയിൽ ചെയ്ത്? 2,20,000 സെല് ചെയ്തു. അതിൽ നിന്ന് 20,000 രൂപ അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 2,20,000 20,000 കുറച്ച് കഴിഞ്ഞാൽ 2 ലക്ഷമാണ് അവരുടെ ബാലൻസ് ഉള്ളത്. ഈ 2 ലക്ഷം രൂപ നമ്മൾ ഒന്നാമത്തെ ബാങ്കിൽ നിന്ന് 1,95 നമ്മൾ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ബാക്കിയുള്ള 5,000 നമ്മൾ ഡിസ്കൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇനി മിസ്റ്റർ റയാൻ എന്താണ്? നമ്മളെ ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഡെപ്റ്റർ എന്നുള്ളത് നമ്മൾ അസറ്റ് ആണ്. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് നമ്മളൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ ഡിസ്കൗണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് എന്താണ്? നമ്മൾ ബാങ്കിൽ 1,95,000 റിസീവ് ചെയ്തു. ബാങ്കിൽ കൂടി കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ റയാൻ എന്നുള്ള എൻട്രിയാണ് വരിക. 1,95,000 നമ്മൾ ബാങ്കിൽ റിസീവ് ചെയ്തു. 5,000 ഡിസ്കൗണ്ട് അലോ ചെയ്തു. 2 ലക്ഷം രൂപ മിസ്റ്റർ റയാൻ എന്നുള്ള കസ്റ്റമറിൽ നമ്മൾ സെറ്റിൽ ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരിക. ഡേറ്റ് വരുന്നത് ഇത് ജനുവരി 20 ആണ്. ജനുവരി 20. ഇനി അടുത്ത് ജനുവരി 22. ഓക്കെ, ഇനി അടുത്തത് ഇതെന്താണ്? ഇത് രണ്ട് കോമ്പൗണ്ട് എൻട്രിയാണ്. എന്താണ് കോമ്പൗണ്ട് എൻട്രി? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ ഉള്ള എൻട്രികളാണ് കോമ്പൗണ്ട് എൻട്രി എന്ന് പറയാം. സിമ്പിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റുള്ള എൻട്രിയാണ് സിമ്പിൾ എൻട്രി. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് രണ്ട് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 ക്രെഡിറ്റോ 5 ഡെബിറ്റോ ഒക്കെ ചിലപ്പോൾ റിയൽ ബിസിനസ് കേസിൽ ഉണ്ടാവും. അങ്ങനത്തെ എൻട്രികളാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയാം. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി 25. The owner withdraws ₹25,000 cash from the business for his daughter's school tuition fee. അതായത് ഓണർ ബിസിനസ് എന്നൊരു 25,000 രൂപ വിഡ്രോ ചെയ്തു. എന്തിനായിരുന്നു? അയാളുടെ മകളുടെ സ്കൂൾ ട്യൂഷൻ ഫീ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ് ഓണർ വേറെ, ബിസിനസ് വേറെ. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നത് ട്യൂഷൻ ഫീ എന്നുള്ളത് ഒരിക്കലും ബിസിനസിന്റെ എക്സ്പെൻസ് അല്ല, അത് ഓണറുടെ പേഴ്സണൽ എക്സ്പെൻസ് ആണ്.
അത് ബിസിനസ്സിൽ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കേസിൽ നമ്മൾ ഓണറെ വിഡ്രോ ചെയ്തു എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്തിന് വിഡ്രോ ചെയ്തു എന്നുള്ളത് ബിസിനസ്സിൽ റെലവെന്റ് അല്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജനുവരി 25 ഞാൻ അതിന്റെ ഡേറ്റ് കൊടുത്തു, ജനുവരി 25. ഇതിൽ 2 അക്കൗണ്ടാണ്. ഒന്ന് ക്യാഷ്, ഓണർ ക്യാഷ് ആണ് വിഡ്രോ ചെയ്തത്, അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ കുറയും. അതുപോലെ തന്നെ വിഡ്രോവൽ, വിഡ്രോവൽ അക്കൗണ്ടും ഉണ്ട്. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കുറഞ്ഞ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. വിഡ്രോവൽ, ക്യാപിറ്റൽ വിഡ്രോവൽ അക്കൗണ്ട് എന്നുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റൽ വിഡ്രോവൽ അക്കൗണ്ട് എന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ക്യാപിറ്റൽ വിഡ്രോവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ എൻട്രി വരുന്നത് ക്യാപിറ്റൽ വിഡ്രോവൽ അക്കൗണ്ട് അപ്റ്റർ ക്യാഷ് എന്നുള്ള എൻട്രിയാണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. ഞാൻ എമൗണ്ട് ചെയ്തു 25,000 ഡെബിറ്റ്, 25,000 ക്രെഡിറ്റ്. ഓക്കെ, ഇനി അടുത്തത് ജനുവരി 27 അടുത്ത ട്രാൻസാക്ഷൻ നടക്കുകയാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എമൗണ്ടിങ് ടു ₹65,000. 65,000 രൂപയ്ക്ക് ക്യാഷ് സെയിൽ നടത്തി. നമ്മൾ മുന്നൊരു ക്രെഡിറ്റ് സെയിൽ നടന്നിരുന്നു, പക്ഷേ ഈ കേസിൽ ക്യാഷ് സെയിലാണ് 65,000 രൂപയ്ക്ക്. ക്യാഷ് സെയിൽ നടത്തി പറഞ്ഞാൽ ഒന്നെന്താണ്, ക്യാഷ് ബിസിനസ്സിൽ കൂടും, സെയിലും കൂടും, രണ്ടും കൂടും. ക്യാഷ് സെയിൽസ് 2 അക്കൗണ്ടാണ് വരിക. ക്യാഷ് കൂടി കഴിഞ്ഞാൽ എന്താണ്, ഡെബിറ്റ് ആണ് ചെയ്യുക. സെയിൽ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 65,000 ഡെബിറ്റ് ചെയ്തു, 65,000 ക്രെഡിറ്റും ചെയ്തു. ഡേറ്റ് വരുന്നത് ജനുവരി 27. ഓക്കെ, 65,000 ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തു. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. ഇനി അടുത്തത് ജനുവരി 29. റിസീവ്ഡ് ₹12,000 ചെക്ക് ആസ് കമ്മീഷൻ ഇൻകം ഫ്രം ആക്ടിങ് ആസ് ആൻ ഏജന്റ്. അതായത് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തതിന് ഒരു 12,000 രൂപ കമ്മീഷൻ ചെക്കിൽ റിസീവ് ചെയ്തു. ചെക്കിൽ റിസീവ് ചെയ്ത് പറഞ്ഞാൽ നേരെ ബാങ്കിലേക്കാണ് പോവുക. അപ്പോൾ ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്, വേറെ എന്ത് അക്കൗണ്ടാണ്? കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്കാണ്. കമ്മീഷൻ റിസീവ്ഡ് പറഞ്ഞാൽ ഇങ്കാണ്. ബാങ്ക് കൂടി കഴിഞ്ഞാൽ ബാങ്ക് ഡെബിറ്റ് ആണ് ചെയ്യുക. കമ്മീഷൻ റിസീവ്ഡ്, ഇൻകം കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. ഡേറ്റ് എന്നായിരുന്നു? 29, ജനുവരി 29. എമൗണ്ട് 12,000. 12,000 ഡെബിറ്റ് ചെയ്തു, 12,000 ക്രെഡിറ്റും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ജനുവരി 30 അടുത്ത ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഡേറ്റ് കൊടുത്തു, ജനുവരി 30. ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് ഓഫീസ് റെന്റ് ഓഫ് ₹40,000 ബൈ ചെക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ റെന്റ് കൊടുത്തു. എത്രയായിരുന്നു? 40,000 ചെക്കായിട്ട് കൊടുത്തു. ആദ്യമായിട്ട് ചെക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ എഫക്ട് ചെയ്യും, ബാങ്കിൽ എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു അക്കൗണ്ട് ഡെഫിനറ്റ്ലി ബാങ്ക് ആണ്. പിന്നെന്താണ്? റെന്റ് എക്സ്പെൻസ്. റെന്റ് എന്നുള്ളൊരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യാണ്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ബാങ്ക് എന്നുള്ളത് അസറ്റ് ആണ്. ബാങ്കിൽ നിന്ന് ക്യാഷ് പോവാണ്, ക്യാഷ് കുറയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്നുള്ള എൻട്രിയാണ് അവിടെ പാസ് ചെയ്യേണ്ടത്. റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക്. എമൗണ്ട് 40,000, 40,000. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ ജനുവരി 31. പെയ്ഡ് മന്ത്ലി ഓഫീസ് യൂട്ടിലിറ്റീസ് ആൻഡ് സ്റ്റാഫ് സാലറി എമൗണ്ടിങ് ടു ₹75,000 ബൈ ക്യാഷ്. അതായത് ഓഫീസ് സ്റ്റാഫിന്റെ യൂട്ടിലിറ്റീസ് സാലറി ഒക്കെ എന്ത് ചെയ്തു? നമ്മൾ പേ ചെയ്തു. 75,000 പേ ചെയ്തു. ആദ്യമായിട്ട് ഡേറ്റ് കൊടുക്കുക ജനുവരി 31. നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ ക്യാഷ് എന്താണ്? ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ആണ് ഇവിടെ എൻട്രി വരിക. എമൗണ്ട് 75,000. 75,000 ഡെബിറ്റും ചെയ്യണം. ഓഫീസ് എക്സ്പെൻസിന് 75,000 ഡെബിറ്റ് ചെയ്തു. ക്യാഷിന് 75,000 ക്രെഡിറ്റും ചെയ്തു. നമ്മൾ ഈ ഒരു കേസിൽ ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ്, ഇത് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു എൻട്രീസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം.
ഈ ഒരു എൻട്രീസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് പല പ്രാവശ്യവും ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇത്രയും ട്രാൻസാക്ഷൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് എൻട്രീസാണ് നിങ്ങൾക്ക് അറിയാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും എൻട്രീസിന് കൂടുതൽ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ടൈപ്പിലാണ് ഞാൻ ഈ എൻട്രീസ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എൻട്രീസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുവിധം അക്കൗണ്ടിങ് എൻട്രീസ്, ബേസിക് എൻട്രീസ് ഒക്കെ സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പുസ്തകവും ഒരു പേപ്പറും പേനും എടുത്തിട്ട് സ്വന്തമായിട്ട് ഒരു ജേണൽ വൗച്ചർ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് വെരിഫൈയും കൂടെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി വളരെ പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഡിസ്കഷനിൽ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് പഠിച്ചത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഈ സെയിം ജേണൽ എൻട്രീസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ജേണൽ എൻട്രീസ് നമ്മൾ ചെയ്തു. ഇതിനി നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് അത് ട്രയൽ ബാലൻസിലേക്കും പോസ്റ്റ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയും കൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.